السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ കുരുവട്ടൂർ നൗഷാദ് മൗലവിക്ക് എന്തോ പറയാനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. വിട്ടാൽ പിഴച്ചു പോകും. അതാണ് ഇവിടെ ഇവർ പിഴക്കാനുള്ള കാരണം. ഉസ്താദ് എന്നതിന് ഗുരുനാഥൻ എന്ന അർത്ഥം വെച്ച് പോയി നോക്കുക. ഉലമാഇനെ പിന്തുടരണം എന്നത് ആ അർത്ഥത്തിൽ തന്നെ എടുത്തു നോക്കുക. 1989 സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കിയതല്ല, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് ഭിന്നിപ്പുണ്ടാക്കിയത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. യഥാർത്ഥത്തിൽ വഹാബിസം കയറിക്കൂടിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ പേരിൽ ഒരു ആരോപണം താങ്കൾ നടത്തുകയും വേണ്ട. AP ഉസ്താദും താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും ഒരു ഭാഗത്ത് മുശാവറ സമാന്തരമായി ഉണ്ടാക്കിയപ്പോ ആ മുശാവറയിലുള്ള ആളുകളുടെ ഗുരുനാഥന്മാർ ഇവിടെയായിരുന്നു. ആരായിരുന്നു? ഒരു നിയമം വെച്ചാൽ എല്ലായിടത്തും ഒരു നിയമം വരും എന്ന് ഇയാൾ പറയാൻ കാരണം എന്താണെന്ന് അറിയോ? അതായത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണ് ഇയാളുടെ ഉസ്താദ്. ആ സുലൈമാൻ ഉസ്താദും അതുപോലെ മറ്റുള്ള നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരെ തള്ളിക്കൊണ്ട് അവരുടെ വഴിയിൽ നിന്ന് തെറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഇയാൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉസ്താദുമാരുടെ വഴിയിലേക്ക് വരണം, അല്ലെങ്കിൽ നീ വലാലത്തിലാണ്, നീ വഴികേടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ തിരിച്ചു ചോദിക്കുക, നിങ്ങൾ 89 ഉസ്താദുമാരെ വഴി വിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഉസ്താദുമാരെ വഴി വിട്ട സ്ഥിതിക്ക് എന്തിനാ എന്നോട് നിങ്ങൾ ഉസ്താദുമാരെ വഴിയിലേക്ക് വരണം എന്ന് പറയുന്നത്? നൗഷാദെ, 1989 സമസ്തയിൽ പിളർപ്പുണ്ടായതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുതന്ത്ര ഫലമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ കയ്യിൽ നിന്ന് പല സംഭവങ്ങളും ഉണ്ടായി. ഈ സംഭവങ്ങൾ സമസ്ത 60-ാം വാർഷികത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പ്രഖ്യാപിച്ച ആദർശ കണിശതയ്ക്ക് വിരുദ്ധമായിരുന്നു. സമസ്തയുടെ ഇതുവരെ നിലനിന്നു പോയിരുന്ന പതിവിനെതിരായിരുന്നു. അന്നുള്ള മുഷാവറ മെമ്പർമാർക്ക് എല്ലാവർക്കും അതറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയും അതുപോലെ തന്നെ താജുൽ ഉലമയും അതുപോലെ സുൽത്താൻ ഉലമയും എല്ലാം അങ്ങനെ ഒരു തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്യാതെ സമസ്തയുടെ മിനിറ്റ്സ് ബുക്ക് മാറ്റിയെഴുതാനും ആദർശ കണിശതയിൽ നിന്ന് പിന്നോട്ട് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ആലയിലേക്ക് സമസ്തയെ കെട്ടിയിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ ഇറങ്ങിപ്പോന്നത്. എന്നാൽ അത് മാത്രമല്ല നൗഷാദ് മനസ്സിലാക്കേണ്ടത്, ഈ ഉസ്താദുമാർ, നമ്മുടെ താജുൽ ഉലമയും MA ഉസ്താദും അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാർ ഇറങ്ങിപ്പോന്നിട്ടുണ്ടെങ്കിലും അപ്പുറത്തുള്ള സമസ്തയിലെ നമ്മുടെ ഉസ്താദുമാരോടെല്ലാം വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു. നിന്നെപ്പോലെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടല്ല അവരൊന്നും ഇറങ്ങിപ്പോന്നത്. അതുകൊണ്ട് തന്നെ താജുൽ ഉലമക്കോ MA ഉസ്താദിനോ അതുപോലെ നൂറുൽ ഉലമക്കോ അതുപോലെ തന്നെ സുൽത്താൻ ഉലമക്കൊന്നും ഒരു കുരുത്തക്കേടും സംഭവിച്ചിട്ടില്ല. അപ്പുറത്ത് ഉസ്താദുമാരാണ് ആയിക്കോട്ടെ, പക്ഷെ ആ ഉസ്താദുമാർക്ക് ഈ ശിഷ്യന്മാരോട് യാതൊരു പൊരുത്തക്കേടും ഇല്ല. അതാണ് ഞങ്ങളും നീയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ആ അന്നത്തെ ആലിമീങ്ങൾക്ക് ഒരു കുരുത്തക്കേടും ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് സുലൈമാൻ ഉസ്താദിന്റെ എല്ലാ കുരുത്തക്കേടും ഉണ്ട്. അപ്പൊ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ 89 കാര്യം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ഖിയാസാക്കാൻ വരേണ്ടതില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ തന്നെ പറയുന്നു, എനിക്ക് കണ്ണിയത്ത് ഉസ്താദിന്റെ എല്ലാ പൊരുത്തവും ഉണ്ട് എന്ന് താജുൽ ഉലമ പറയുന്നത് നമുക്ക് കേൾക്കാം. അവരെ കുരുത്തൊക്കെ നീക്കി പറ്റിയെന്നൊക്കെയാണ് ഇപ്പോൾ ഒരു കൂട്ടം പറഞ്ഞു നടക്കണം. ആയിക്കോട്ടെ, ഞാൻ കുരുത്തുള്ളവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈക്കൻ്റെ കുരുത്തക്കേട് വെച്ച് അങ്ങനെ പല കുരുത്തക്കേട് നീക്കി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കുറച്ചും കൂടി ആസ്തി നീക്കിയിട്ട് ഒരു കുരുത്തക്കേട് എനിക്ക് വെച്ചില്ല. ഞാൻ അവരോടും പറയും, കന്യമ്മയിലാരോടും പറയും, ഈക്കനോടും പറയും, അവർക്കൊക്കെ എന്നോട് സ്നേഹമാണ്. പിന്നെ ഓരോ കാര്യത്തിന് ആളിനെ വേണ്ടതൊക്കെ നടക്കണ്ടേ? മൂപ്പരെന്താ അറിയോ? കണ്യമ്മയിലെന്നറിയാല. അവിടെ നിന്ന് ദ്വാരപ്പിച്ച് താഴെ കൊണ്ടായ പിന്നെ ഇവരല്ലേ ചക്കര കഞ്ഞി വെക്കുന്നത്. കുറച്ചാൽ ആ മൂപ്പരറിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് അപ്പുറത്തിരിക്കുന്ന EK ഉസ്താദിനും അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിനൊക്കെ നല്ല സ്നേഹമാണ്, പൊരുത്തമാണ്. ഇനി മാത്രമല്ല താജുൽ ഉലമ പറയുന്നുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് പറയും ഞാൻ തങ്ങളെ കൂടെയാണെന്ന് വരെ പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ചെന്ന് ഞാൻ സലാം കല്ലി ഒരു സലാം കല്ലി മറിച്ചോനി, തങ്ങൾ എന്ത് പണിയെടുത്തത്? തങ്ങൾ അവിടെ കാൽ കുത്തിരിക്കല, അവിടെ ഒന്ന് അങ്ങോട്ട് വരണ്ടേ? അത് നിങ്ങൾ എന്നെ പുറത്താക്കിയില്ല, പിന്നെ ഞാൻ എങ്ങനെ വരരുത്? തങ്ങളെ ഞാൻ പുറത്താക്കി. എല്ലാ പേപ്പറിലൊക്കെ വന്നുള്ള നിങ്ങൾ പുറത്താക്കിയാണ്. ഞാൻ തങ്ങളെ പുറത്താക്കിയില്ല, ഞാൻ തങ്ങളെ കൂടെ. ഇതൊരു
മുള്ളാലക്കാർ കാട്ടം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കള്ളത്തേതായാലും ഉണ്ട് എന്നൊരു കുഴപ്പമില്ല. അല്ല അന്നല്ല വീടിൻ്റെ പുറത്തേക്ക് ഞാൻ തങ്ങളെ കൂടെയാണ് എന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ശിഷ്യനായ താജുൽ ഉലമയോട് പറയുന്നു. അപ്പോൾ ഇപ്പുറത്ത് ഒരു പുതിയ സമസ്തയിലേക്ക് രൂപം കൊടുത്താലും സമസ്തക്കൊരു പുനഃസംഘടന വരുത്തി കഴിഞ്ഞാലും അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു, ആദരവായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ നിങ്ങളെ കൂടെയാണെന്ന് പറയുന്നു. നൗഷാദെ, നിനക്ക് പറയിപ്പിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ പരിശുദ്ധമായ നാവ് കൊണ്ട് സുലൈമാൻ ഉസ്താദ് പറയാണ്, ഞാൻ നൗഷാദ് പറയുന്നിടത്താണ് ഹക്ക്, അല്ലെങ്കിൽ ഞാൻ നൗഷാദിന്റെ ഒപ്പമാണ് എന്നൊരു വാക്ക്, അല്ലെങ്കിൽ നൗഷാദിന്റെ എനിക്ക് എൻ്റെ എല്ലാ പൊരുത്തവും നൗഷാദിനുണ്ട് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ നാവ് കൊണ്ട് പറയിപ്പിക്കാൻ നൗഷാദിന് കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് 89 ഞങ്ങൾ മാറിപ്പോന്നില്ലേ, അതുപോലെയാണ് ഞാനും ഇപ്പോൾ മാറിപ്പോരുന്നത്. അതുകൊണ്ട് എൻ്റെ മേക്കട്ട് നിങ്ങൾ കയറണ്ട എന്ന് പറഞ്ഞ് തന്നെ വലിയ വിഡ്ഢിത്തരമാണ്. കാരണം രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അന്ന് നമ്മുടെ ഉലമാ ഇറങ്ങിപ്പോന്നിട്ടുണ്ടെങ്കിലും എല്ലാ നമ്മുടെ ഉസ്താദുമാർക്കും അവരുടെ ഉസ്താദുമാർ അപ്പുറത്തെ സംസ്ഥയിലുണ്ടെങ്കിലും ആ സംസ്ഥയിലുള്ള ഉലമാവിനെല്ലാം ഇവരൊരു സ്നേഹവും പൊരുത്തവും ഉണ്ടായിരുന്നു എന്ന് താജുൽ ഉലമ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നൗഷാദിന് ഒരു പൊരുത്തവും ഇല്ല. നൗഷാദിന്റെ ഉസ്താദുമാരിൽ നിന്ന് ഒരു പൊരുത്തവും നൗഷാദിനില്ലെന്ന് മാത്രമല്ല, എല്ലാ ശാപവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ അയാൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി